അരുൺകുമാർ ആരാണ് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കുമ്മനം രാജശേഖരനെയും അനാവശ്യമായി പറയാ? ഹു ആർ യു? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. മാനവ തസ്കരംഗെ ചരണോമേ കോൺഗ്രസ് പാർട്ടി ദാ പോയി. ആ ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി. ഉത്തരം പറയാൻ ആ കസരയിൽ ഉല്ലാസ് ബാബു ഇല്ല. ഉല്ലാസ് ബാബു ഇല്ല. ഉല്ലാസ് ബാബു ഇല്ല. പെട്ടെന്ന് ഉല്ലാസ് ബാബു ഇരുന്ന സ്ഥലത്തേക്കൊക്കെ വലിയ ശൂന്യത. ഇന്നലെ റിപ്പോർട്ടർ ടിവിയിൽ നടന്ന ചർച്ചയുടെ രത്നച്ചുരുക്കം എന്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എന്റെ സഹോദരൻ റോജി ജാമ്യം ലഭിച്ചു. എന്താണ് നല്ല വാർത്ത? ബെയിൽ അനുവദിച്ചു. വക്കീൽ എന്റെ കോള് ഇപ്പം ഞാൻ വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബെയിൽ ഗ്രാന്റ് ചെയ്തു. അതുകൊണ്ട് ഇത്രയും സന്തോഷം നൽകുന്ന വേറെ ദിവസമില്ല അച്ഛാ. അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മുടെ പരിശ്രമം അത് ഫലം കണ്ടിട്ടുണ്ട്. നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചറ്റ നാറി? നിന്നെ ആർക്ക് വേണം? വലിങ്ങേറി വന്നേക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തിന് നന്ദി, പ്രാർത്ഥിച്ചവർക്ക് നന്ദി, എല്ലാവർക്കും നന്ദി, എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് നന്ദി, പോലീസുകാർക്ക് നന്ദി, എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയും. എല്ലാവരും ആഗ്രഹിച്ച, കാരണം നമ്മളെല്ലാവരും ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തുനിന്നത്. കാരണം ഇവരുടെയൊക്കെ വിഷമം ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കന്യാസ്ത്രീകളെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ഈ ദൃശ്യമൊക്കെ കൂടെ കണ്ട് എല്ലാ മലയാളിയും പോലെ അയ്യേ എന്ന് പറഞ്ഞ അരുൺകുമാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന പോസ്റ്റ് ഒന്നല്ല. കുമ്മനടി ഇനി ചരിത്രം, ഇനി അനൂപടിയുടെ കാലം എന്നായിരുന്നു പോസ്റ്റ്. പോരേ പൂരം. ഇത് കണ്ടതോടെ മിത്രങ്ങളുടെ നട്ടും ബോൾട്ടും ഇളകി. പിന്നെ നടന്നതാണ് ചർച്ചയെ കണ്ട തല്ലുംപിടി. അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്ന് അതിനകത്ത്. അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. അനൂപ് ആന്റണിയുടെ അനൂപടി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കുമ്മനടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബഹുമാനനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനൂപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള നാണ് നിങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ കൈവച്ച് നിൽക്കുമ്പോ ആ റോജി എം ജോണിനെ എൻഡോഴ്സ് ചെയ്യുമ്പോ ഒരു തോളിൽ രണ്ട് കൈകൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു തോളിൽ രണ്ട് കൈകൾ വരുന്ന കാഴ്ച നാണമില്ലേ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? എന്നിട്ട് 12,000 കിലോമീറ്റർ ഓടിയത്രേ. ഉല്ലാസ് ബാബു പറയണേ ഇൻഅപ്രോപ്രിയേറ്റ്. ആരാ ചെയ്ത്? ശരിക്കും അനൂപല്ലേ? 12,000 കിലോമീറ്റർ ഓടി എന്നാണോ ഈ പറയുന്നത്? എന്താണ് ഉല്ലാസ് ബാബു? ഉല്ലാസ് ബാബു, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. അത് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒറ്റ കാര്യമേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളൂ. ഒരാളുടെ തോളിൽ ഒരാൾ കൈവച്ച് നിൽക്കുമ്പോൾ അയാളെ തന്റെ സഹോദരനെ വിളിച്ച് റോജി എം ജോണിന്റെ മാറത്ത് ചാരി നിൽക്കുമ്പോൾ അനൂപ് ആന്റണി എന്ന് പറയുന്ന ബിജെപിയുടെ നേതാവ് അയാളുടെ തോളിൽ കൈയിടാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപഹാസ്യമായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണാം. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ മനഃപൂർവ്വം അനൂപിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് എനിക്കറിയാം. ഇത് താങ്കൾ മനഃപൂർവ്വം അനൂപ് ആന്റണിയുടെ ഈ ദൃശ്യങ്ങൾ എന്നെ കൊണ്ട് കാണിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് എനിക്കറിയാം. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. KJP-യില് കേരള BJP-യില് വലിയ പൊരിഞ്ഞാടി നടക്കുക. ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ തന്നെ കുറച്ചു പേർക്ക് കന്യാസ്ത്രീ നിരപരാധിയാണെന്നും കുറച്ചു പേർക്ക് കന്യാസ്ത്രീ മതം മാറ്റി എന്നാണല്ലോ അഭിപ്രായം. അപ്പൊ ഈ അനൂപ് ആന്റണിയൊക്കെ ഇപ്പൊ നേതൃത്വത്തിലേക്ക് വന്നതിൽ വിയോജിപ്പുള്ള ചിലർ ഇത് വീണ്ടും വീണ്ടും ചാനലിൽ കാണിച്ച് അയാളെ നാണം കെടുത്താൻ വേണ്ടിയാന്ന് തോന്നുന്നു. ഉല്ലാസ് ബാബു ഇവിടെ വന്ന് അടിപിടി ഉണ്ടാക്കും. നല്ല സ്നേഹം കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളുടെ റിപ്പോർട്ടർ അതെനിക്കറിയാം. അല്ല, അത് ഉല്ലാസ് ബാബു എന്നെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണിപ്പിക്കുകയാണ്. ഉല്ലാസ് ബാബു എന്നെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണിപ്പിക്കുകയാണ്. അത് നിങ്ങൾ പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര സംഘർഷം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അത് എന്റെ മേലേക്ക് വെച്ച് കയറ്റരുത്. ഒരു നിമിഷം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒരു നിമിഷം. എനിക്ക് മറ്റൊന്നിലേക്ക് കൂടി പോകണം. അനൂപ് ആന്റണി അവിടെ എത്തുന്നതിന് മുൻപ് റോജി എം ജോണിന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ആ സഹോദരൻ കരയുന്ന കാഴ്ചയാണ് താങ്കൾ കാണുന്നത് ഉല്ലാസ് ബാബു. എന്നിട്ടൊരു നാണവും ഇല്ലാതെ ഒരു ഉടുപ്പും ഇല്ലാതെ അദ്ദേഹത്തിന്റെ തോളിൽ കൈയിടാൻ എങ്ങനെ തോന്നി അനൂപിന്? അതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ അനൂപിനെതിരെ എന്നെ കൊണ്ട് താങ്കൾ ചോദിപ്പിക്കുന്നതാണ്. ഇത് അനൂപ് ആന്റണിക്ക് ഗുണകരമായ ചോദ്യങ്ങളെന്ന് അനൂപ് ആന്റണിക്ക് അറിയാം. ഉല്ലാസ് ബാബു, ഒരു നിമിഷം. താങ്കൾ വെറുതെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കി ഈ ചർച്ച ആരംഭിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് CPM പ്രതിനിധിയിലേക്ക് പോകണം.
ഇതില് ഭയങ്കര തമാശയായിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ് എന്താണെന്നറിയാമോ? ഇനിയിപ്പോൾ അരുൺകുമാർ ഇട്ട ഈ പോസ്റ്റ് ഇവർക്ക് ഉല്ലാസ് ബാബുവിന് വളരെ അപമാനകരമായി എന്ന് കരുതുക. പിന്നെ ഇതിനാ ഉല്ലാസ് ബാബു അരുൺകുമാർ നടന്ന ചർച്ചയിലേക്ക് വന്നത്? വരാതിരുന്നാൽ പോരെ. അപ്പൊ അനൂപ് ആന്റണീനെ അപമാനിക്കുക തന്നെയാണ് ഉല്ലാസ് ബാബുവിന്റെ ലക്ഷ്യം. പക്ഷെ ഇങ്ങനെ തല്ലുംപിടി ഉണ്ടായ പറ്റില്ലല്ലോ. ക്രെഡിറ്റ് ആണല്ലോ വിഷയം. കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ജാമ്യം കിട്ടിയതിൽ ക്രെഡിറ്റ് ആർക്കാണ്? ജോൺ ബ്രിട്ടാസ് പറയുന്നത് എന്താണ്? എനിക്ക് യോജിപ്പ്. ആർക്കെങ്കിലും കെടുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ BJPക്കോ ഏതെങ്കിലും നേതാവിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് കെടുത്തെടുക്കണമെങ്കിൽ അവർക്ക് എടുത്തോളൂ, ഒരു സംശയമില്ല. അവർക്ക് ആ ക്രെഡിറ്റ് പൂർണ്ണമായിട്ട് കൊടുത്തോളൂ. എനിക്കൊരൊറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ കന്യാസ്ത്രീകൾ, ഈ പാവപ്പെട്ട കന്യാസ്ത്രീകള് 8 ദിവസം ജയിലിൽ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നും കൂടി BJP പറയണം. അതിന്റെ ക്രെഡിറ്റ് ആരെടുക്കും? അത് അവരെടുക്കുവോ? അതെയോ ഛത്തീസ്ഗഡ് BJP എടുക്കുവോ? അതെയോ BJPയെ നിയന്ത്രിക്കുന്ന സംഘ് പരിവാർ എടുക്കുവോ? RSS എടുക്കുവോ? ആരെങ്കിലും എടുക്കേണ്ടത്. അപ്പോൾ അവർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിന്റെയും അവരെ ജയിലിലടച്ചതിന്റെയും അവരുടെ അപേക്ഷ വന്നപ്പോൾ അതിനെ എതിർത്തതിന്റെയും അതുപോലെ തന്നെ ആ പെൺകുട്ടികളെ തിരിച്ച് ഓടിച്ചതിന്റെയും ആ പെൺകുട്ടികളിൽ ഒരാളായിട്ടുള്ള വ്യക്തിയുടെ സഹോദരനെ മർദ്ദിച്ചതിന്റെയും അതുപോലെ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഒരു 400ഓളം അക്രമങ്ങൾ ക്രൈസ്തവ സഭയ്ക്കെതിരെ നടത്തിയതിന്റെയും ഇപ്പോഴും ഇന്നലെയും മിനിങ്ങാന്നൊക്കെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ക്രെഡിറ്റ് അവരെടുക്കട്ടെ എന്ന്. അത് പോയിന്റ് ആണ് അല്ലേ? അല്ലാതെ ജാമ്യം കിട്ടിയതിന്റെ ക്രെഡിറ്റ് മാത്രം ആരെങ്കിലും എടുത്താൽ പോരാ. ഇതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനെ നമുക്കൊക്കെ ഇഷ്ടം. കാര്യം പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും. നിക്ക് ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ആദ്യത്തെ ടേം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങ് ഇടപെട്ട് അതിന് പോലും അങ്ങേക്കെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങേക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും അങ്ങേക്ക് ചേട്ടാന്നും അങ്ങേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളവർക്ക് ഇവിടെ അടിപിടിയില്ല, ഇവര് തമ്മിൽ സെറ്റിലായിന്ന്. ചെവി പൊട്ടുന്ന തെറിയാ ഇനി കേൾക്കാൻ പോകുന്നത്. എന്തിന് അരുൺകുമാർ ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി അത് അനുപടി തന്നെയാണ്. ഞാൻ ആ വാക്ക് ഞാൻ എൻഡോഴ്സ് ചെയ്തു. ഞാൻ ഇതുവരെ പരസ്യമായിട്ട് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻഡോഴ്സ് ചെയ്യിപ്പിക്കും. താങ്കൾക്ക് ആവശ്യം എനിക്കറിയാം. അത് എക്സാക്ട് ടേമിൽ അനുപടി തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ആ സഹോദരന്മാരെ, ആ സഹോദരന്റെ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരന്റെ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? അവർക്ക് ജാമ്യം കൊടുക്കുന്നത് പ്രോസിക്യൂഷനോട് പറഞ്ഞതാരാ? ആ കേസ് NIA കോടതിയിലേക്ക് മാറ്റിവെച്ചതാരാ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അഡ്വക്കേറ്റ് വിളിച്ചോ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്തും വിളിക്കാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്തും വിളിക്കാം. പക്ഷെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. അനൂപ് ആന്റണി പോയി തോളിൽ കൈയിട്ട സഹോദരന്റെ സഹോദരിയെ ജയിലിൽ അടച്ചത് ഏത് സർക്കാരിന്റെ പോലീസ്? ഉല്ലാസ് ബാബു ചർച്ചയ്ക്ക് വരുമ്പോ മൈക്ക് വിഴുങ്ങിയിട്ടാന്ന് തോന്നുന്നു വന്നത്. നിർത്തുന്നേയില്ല. അനൂപ് ആന്റണിയെ മാലയിട്ട് സ്വീകരിച്ച് ഷോളിട്ട് സ്വീകരിച്ചപ്പോൾ വിഷമം കൂട്ട നിങ്ങൾ പറഞ്ഞത് എന്തിന് ഇയാളെ സ്വീകരിക്കണം? അവർ മാലയിട്ടോ വെള്ളം കൊടുത്തിട്ടോ കോണകം കെട്ടിട്ടോ എങ്ങനെയാണ് സ്വീകരിച്ചു? താങ്കൾക്ക് എന്നത് കുഴപ്പമൊന്നേ. ഞങ്ങളുടെ അനൂപ് ആന്റണിയെ കുറിച്ച് ഞങ്ങളുടെ കുമ്മനത്തെ അല്ല, കോണകോ എന്തിനാ അരുൺകുമാറിന് ചൊറിഞ്ഞേ? അരുൺകുമാർ ആരാണ്? BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കുമ്മനം രാജശേഖരനെയും അനാവശ്യമായി പറയാം. ഹു ആർ യു? നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന പരിമിതിക്കുള്ളിൽ നിന്നേ പറഞ്ഞിട്ടുള്ളൂ. അനാവശ്യമായി വലിഞ്ഞു കയറി വരുന്ന ആളുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളൂ. എനിക്കറിയേണ്ട ഒരു കാര്യം ഉല്ലാസ് ബാബു, താങ്കൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ? ഛത്തീസ്ഗഡിലെ BJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? ഛത്തീസ്ഗഡിലെ BJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഛത്തീസ്ഗഡിലെ BJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ താങ്കൾക്ക്? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇത് കേൾക്കൂ. താങ്കൾ കഴിഞ്ഞ 40 മിനിറ്റായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും താങ്കൾക്ക് പറയാനില്ലേ? ഛത്തീസ്ഗഡിലെ BJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? 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 അത് കേൾക്കില്ല ഉല്ലാസ് ബാബു, അത് കേൾക്കില്ല. മാനവ തസ്കരും K ചരണോമേ. ആരാണ് മാനവ തസ്കരും? ജനങ്ങളെ തമ്മി തല്ലിച്ചു. ആരാണ് മാനവ തസ്കരും? അരുൺകുമാർ എന്ന് പറയപ്പെടുന്ന താങ്കൾ. ആരാണ് മാനവ തസ്കരും? ഇന്ന് ജാമ്യം കിട്ടിയതിനുള്ള വീർപ്പും ആരാണ് മാനവ തസ്കരും? കാണിച്ചത് അനൂപ് ആന്റണിയെ കാണുമ്പോ ചൊറിയണ്ട. ആരാണ് മാനവ തസ്കരും?
കുമ്മനം രാജശേഖരനും ഹെഡ്സെറ്റ് ഊരി കളഞ്ഞിട്ടാണ് ഉല്ലാസ് ബാബുവിന്റെ പ്രകടനം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കാണൂ, പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കാണൂ. ഛത്തീസ്ഗഡിലെ BJP, അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ചുള്ളൂ. ഹെഡ്സെറ്റ് ഊരി കളഞ്ഞ ആളുടെ ശബ്ദം പിന്നെ നമ്മൾ എന്തിനാ കേൾപ്പിക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ടും കൂടി കേൾക്കാൻ പറ്റണ്ടേ? ഇത് BJPയുടെ മൻ കി ബാത്ത് അല്ലല്ലോ, ഉല്ലാസ് ബാബുവിന്റെ മൻ കി ബാത്ത് അല്ല ഈ പരിപാടി. ഉല്ലാസ് ബാബുവിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉല്ലാസ് ബാബു, ഈ മാനവ തസ്കരോം കെ ചരണോമേ കോൺഗ്രസ് പാർട്ടി ദാബോയി, ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി. മാനവ തസ്കരോം കെ ചരണോമേം കോൺഗ്രസ് പാർട്ടി, മാനവ തസ്കരോം എന്നെഴുതി ഈ കന്യാസ്ത്രീകളുടെ ഫോട്ടോ ഇട്ട് പ്രദർശിപ്പിച്ചത് ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. ഛത്തീസ്ഗഡിലെ BJP പാർട്ടിയും ഉല്ലാസ് ബാബുവിൻ്റെ പാർട്ടിയും ഒന്ന് തന്നെയാണോ? ഒറ്റ ചോദ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഉല്ലാസ് ബാബുവിന് മറുപടിയില്ല. പ്രേക്ഷകർക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ആ ഫ്രെയിം കാണാം. ഈ അടിപിടി ഇങ്ങനെ കുറെ തുറന്നു. അവസാനം നമ്മൾ ആദ്യം കണ്ട പോലെ ചർച്ചയിൽ നിന്ന് ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. ഇതായിരുന്നു റിപ്പോർട്ടറിലെ ചർച്ച. എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെ കരിമ്പിൻ കാള കരിമ്പിൻ ചണ്ടി പോലെ ആയൊരു കാഴ്ച ഉണ്ട്, അതുകൂടെ ഒന്ന് കാണണം. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും. ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് മറന്നുപോയി. കാലഘട്ടം മാറിയത് മറന്നുപോയി. എന്തായിരുന്നു നരേന്ദ്രമോദിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കട്ടോ. ഈ ക്ലിപ്പ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്, ആരോ എഡിറ്റ് ചെയ്തിട്ടതാണ്. അതിനുശേഷം ഏഷ്യാനെറ്റ് ചാനലിൽ ഇന്നലെ ചർച്ചയ്ക്ക് വന്നിരുന്ന കറിയുണ്ട്, അയ്യോ അവരവസാനം ഞങ്ങളെയും തേടി വന്നേ. അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളെ തേടിയും അവർ വരുമെന്ന്. അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു. നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ആ കഷ്ടമെന്നേ പറയേണ്ടൂ. മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ, നാണമില്ല. ഞാൻ പറയുന്നത് മോശപ്പെട്ട കാര്യമാണ്, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഒരു അർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വളരെ നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കരിമ്പിൻ കാളേനെയും കരിമ്പിൻ ചണ്ടീനെയും ഒന്നും നമ്മൾ എത്ര ശ്രമിച്ചാൽ പോലും മാറ്റാൻ പറ്റിയതല്ല. നിങ്ങൾക്കറിയാം അദ്ദേഹം എത്ര വലിയ വർഗീയവാദിയായിരുന്നു. അദ്ദേഹത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാക്ഷാൽ യേശുക്രിസ്തു വിചാരിച്ചാൽ പോലും സാധ്യമായിരുന്നില്ല. ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായെങ്കിൽ കറ നല്ലതാണ് എന്ന് പറയുന്ന പോലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വളരെ നന്നായി എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കും BJP ഇപ്പൊ ക്രെഡിറ്റ് എടുത്തു, കന്യാസ്ത്രീകൾക്ക് അവരാണ് അതിനാണല്ലോ ഈ തല്ലുംപിടിയൊക്കെ നടന്നത്. അപ്പൊ ഇനി മുതൽ കന്യാസ്ത്രീകൾക്കെതിരെ അക്രമം ഉണ്ടാവില്ല എന്ന് കുമ്മനം രാജശേഖരന് ചിലത് പറയാനുണ്ട്. അതോടെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഗൗരവത്തോടുകൂടി ഈ കേസിൽ ഇടപെട്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അക്കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ഈ ക്രൈസ്തവ സമൂഹത്തോട് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ഹൃദയബന്ധവും സ്ഥാപിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതേവരെ കഴിഞ്ഞിട്ടുള്ളത്. ആ ബന്ധങ്ങളിലൊന്നും യാതൊരുവിധ കോട്ടവും ഇതേവരെ സംഭവിച്ചിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഇനി BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കില്ല എന്ന് ഞാനെങ്ങനെ ഉറപ്പുവരുന്നു? അത്രയുള്ള കാര്യം ഞാൻ എങ്ങനെ ഉറപ്പുവരും? ഇതാണ് BJPയുടെ നിലപാട്. ഇതൊക്കെ മനസ്സിലാക്കിയ അച്ഛന്മാർക്കും മെത്രാമാർക്കും ബിഷപ്പുമാർക്കും കുഞ്ഞാളുകൾക്കും കരിമ്പിൻ കാളയ്ക്കും കരിമ്പിൻ ചണ്ടിക്കും കാസയ്ക്കും ഒക്കെ കൊള്ളാം. അതല്ല എങ്കിൽ ഇനി ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ കിടന്ന് റോഡിലൂടെ നിലവിളിച്ചോടാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇവിടെ ആദ്യമായിട്ടല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ന്യൂനപക്ഷ മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുന്നത്. ഇവിടെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരുപാട് പേർ, മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ പല കള്ളക്കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ദളിതർ, ഹരിജനങ്ങൾ, സ്ത്രീകൾ, പാസ്റ്റർമാർ, സുവിശേഷം പറയുന്നവർ എന്ന് തുടങ്ങി ഇഷ്ടം പോലെ ആൾക്കാർ, ഇവിടെ രാഷ്ട്രീയം പറയുന്നവരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. ഈ സഭയും എത്രമാരും ആരും റോഡിൽ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഒരൊച്ചയും വിളിയും ബഹളവും ഉണ്ടായിട്ടില്ല. ഒരു കരിമ്പിൻ ചണ്ടിക്കും ഇവിടെ മനസ്സുമാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ കത്തോലിക്കരായ 2 കന്യാസ്ത്രീകളുടെ ദേഹത്ത് മണ്ണ് വീണപ്പോ അവർക്ക് മേല് നൊന്തപ്പോ ഇവിടെ എല്ലാവരും ഒന്ന് ഇളകി. നന്നായി. എന്തായാലും ഈ എല്ലാം നല്ലതാണ്. ഞാൻ ഗീതയിൽ വിശ്വസിക്കുന്നു, സംഭവിച്ചതെല്ലാം നല്ലത്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലത്. കാരണം നല്ലതാണ്.